രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ മാനം പോയതോടെ പ്രതിരോധത്തിനായി പ്രത്യാക്രമണം തുടങ്ങി കോൺഗ്രസ്. CPIM കളിക്കേണ്ടെന്നും കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്നും VD സതീശൻ മുന്നറിയിപ്പ് നൽകി. കഥകൾ വരുന്നതിനെ ഭയമില്ലെന്ന് CPIM തിരിച്ചടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് തെളിവുകളുടെ കൂമ്പാരമാണെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. UDF-നെ അധികാരത്തിലേറ്റാൻ KC വേണുഗോപാൽ മുൻനിരയിൽ നിൽക്കണമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പരാമർശം കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചു. ആദ്യം RDX റാപ്പിലാക്കാം. CPIM അധികം കളിക്കരുത്, ഞെട്ടിക്കുന്ന വാർത്ത ഉടൻ പുറത്തുവരുമെന്നായിരുന്നു സതീശന്റെ ഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ആകെ പതറി നിൽക്കുന്ന കോൺഗ്രസിന് സതീശന്റെ വാക്കുകൾ നേരിയതെങ്കിലും ഊർജ്ജമായി. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ ലാഘവത്തോടെ തള്ളുകയാണ് CPIM. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെയുള്ളത് തെളിവുകളുടെ പരമ്പരയാണെന്ന് CPIM ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ പാർട്ടിയെ അതിഗുരുതരമായി ബാധിച്ചുവെന്നാണ് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെയും വിലയിരുത്തൽ. മാങ്കൂട്ടത്തിലിനെതിരെ നടപടിയെടുത്തത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണെന്ന് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവ് മാണിക്യം ടാഗോർ MP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ വിചിത്രവാദവുമായി K മുരളീധരൻ രംഗത്തെത്തി. പുറത്തുവന്ന ഫോൺ സംഭാഷണം മിമിക്രിക്കാർ ചെയ്തതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. അതിനിടെ UDF-നെ അധികാരത്തിലേറ്റാൻ KC വേണുഗോപാൽ മുൻനിരയിൽ നിൽക്കണമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പരാമർശം കോൺഗ്രസിനെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ KC വേണുഗോപാലിനായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. RDX റാപ്പ് ന്യൂസ് മലയാളം. CPIM-കാർ അധികം കളിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്, ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല നോക്കിക്കും, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. VD സതീശൻ CPIM-നെ പേടിപ്പിക്കേണ്ട എന്ന് MV ഗോവിന്ദൻ തിരിച്ചടിച്ചു. CPIM-ന് ഒരു ഭയമില്ല. നിങ്ങൾക്ക് CPIM-ന് ഒരു ഭയവുമില്ല. ഒരു ഭയവും CPIM-നില്ല. ഓരോ സ്ത്രീകളും വന്ന് പറയാണ്, അത് ആരോപണമല്ല, തെളിവാണ്. ആ തെളിവിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് മൂടി വെക്കാനൊന്നും നിങ്ങൾ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല. ആര് വിചാരിച്ചാലും ഈ തെളിവൊന്നും മൂടി വെക്കാൻ സാധിക്കുന്നതല്ല. വിത്തുകാളയുമായി മാർച്ച് നടത്തിയ യുവമോർച്ചക്കാർ അത് BJP ഓഫീസിൽ കെട്ടിയാൽ മതിയെന്നും ഉടൻ ആവശ്യം വരുമെന്നും സതീശൻ BJP-ക്കെതിരെയും പറഞ്ഞു. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്. ബോംബുണ്ടെന്ന് പറഞ്ഞ സതീശൻ പേടിപ്പിക്കേണ്ട എന്നായിരുന്നു BJP-യുടെ മറുപടി. കാളയെ എന്നും കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കാനും MT രമേശ് പരിഹസിച്ചു. കാളയെ VD സതീശൻ എല്ലാ ദിവസവും കാണാൻ വേണ്ടിയിട്ടാണ് നിർത്തേണ്ടത്. അത് വേണേൽ ഞങ്ങൾ നിർത്തി കൊടുക്കാം. അതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും രാവിലെ സതീശൻ ഒന്ന് കണ്ണാടി നോക്കിയാൽ പോരെ. ഇനിയും MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാനത് പുറത്തുവിടുമെന്ന് സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുണ്ടാകും. ആ ഭീഷണി ഏതായാലും BJP-യോട് വേണ്ട എന്ന് VD സതീശനെ എല്ലാ ബഹുമാനത്തോടു കൂടിയും ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ ചൂടായ ഈ ദിവസത്തിന്റെ മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. സതീശൻ്റേത് പൂഴിക്കടകനാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. CPIM അധികം കളിക്കരുത് എന്ന മുന്നറിയിപ്പാണ് ചർച്ച ആകുന്നത്. ഈ ദിവസങ്ങളിൽ നീക്കം ഭരണപക്ഷത്തെ ആശയക്കുഴപ്പത്തിലാക്കാനാണെന്നാണ് ഇപ്പോൾ അവരുടെ വിലയിരുത്തൽ. CPIM-ൻ്റേത് രാഹുലിന് എതിരായ ലൈംഗികാരോപണ വിഭാഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നുള്ള വിമർശവും ഇതിനകം വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നിരയെ സമരസജ്ജമാക്കാനാണ് നീക്കമെന്നും അതിനകത്തുള്ള ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പ്രതിപക്ഷ നിരയെ സമരസജ്ജമാക്കാൻ എന്ന് ഞെട്ടുന്ന വാർത്ത CPIM ജനപ്രതിനിധികളെ ഉന്നമിട്ടെന്നാണ് ഒരു അടക്കം പറച്ചിലുള്ളത്. CPIM അത് തള്ളിക്കളയുകയാണ്. വ്യക്തതയില്ല, പഴയ ആരോപണങ്ങൾ പൊടിതട്ടിയെടുക്കാനുള്ള നീക്കമാണെന്ന് ആക്ഷേപമുണ്ട്. അങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. BJP-ക്ക് മുന്നറിയിപ്പുണ്ട്. കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയവർ കാളയെ കളയരുത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു കേട്ടത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് കാളയുമായി പ്രകടനം നടത്തേണ്ടി വരും, നമ്മളത് കേട്ടതാണ്.
മാങ്കൂട്ടത്തിനെതിരായ പരാതി പ്രളയം കോൺഗ്രസിന് കനത്ത പ്രഹരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് പ്രകോപിതനാകുന്ന അദ്ദേഹം എന്ന് വിലയിരുത്തപ്പെടുന്നു. സർക്കാരിനെതിരായ സമര നീക്കങ്ങളുടെ മുനയൊടിച്ചു എന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പവർ ഗ്രൂപ്പിനും വലിയ ക്ഷീണമായിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കി. ഗ്രൂപ്പ് പോരും കുതികാൽ വെട്ടും താഴെത്തട്ട് മുതൽ വീണ്ടും സജീവമായിരിക്കുകയാണ് എന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ CPIM-ൽ ഒരു ബോംബും വീഴാനില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ട്. മറുപടിയായിട്ട് ബോംബ് വീഴാൻ പോകുന്നതും വീണുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഥകൾ വരുന്നതിൽ ഭയമില്ല, പറയുന്നതല്ലാതെ പുറത്തൊന്നും വരുന്നില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. തിരിച്ച് മുകേഷിനെതിരെയുള്ളതാണെങ്കിൽ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പരാതിയാണെന്നും MV ഗോവിന്ദൻ ഇന്ന് മറുപടി നൽകി. ഒരു ബോംബും വീഴാനില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അവിടെയുള്ളത്. മുസ്ലിം ലീഗ് ഇതിനിടയിൽ കേരളത്തിൽ സമൂല മാറ്റം അനിവാര്യമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് രാഷ്ട്രീയ ചർച്ചകളെ സജീവമാക്കി. UDF-നെ അധികാരത്തിലേറ്റാൻ KC വേണുഗോപാൽ മുൻനിരയിൽ നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അമ്പരപ്പുണ്ടാക്കി കോൺഗ്രസിനകത്ത്. രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ലീഗ് ഇതിലൂടെ എന്ന് നമ്മൾ കാണുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിൻ്റെ പിന്തുണ KCക്ക് എന്ന വിലയിരുത്തലുകൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നാലെ വന്നു എന്ന് നമ്മൾ കാണുന്നു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് പ്രധാനമായിട്ടുള്ളതെങ്കിലും ആ വിഷയം കൂടെ ചേർന്ന് കലക്കിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് KC വേണുഗോപാലിനെ ക്ഷണിക്കുകയാണ് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ചെയ്തത് എന്നത് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ ഒന്നുകൂടെ വലുതാക്കുന്നു. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോവുകയാണ് എന്നതുകൊണ്ട് ഈ ഇത്തരം പ്രസ്താവനകൾക്ക് പ്രാധാന്യമേറുകയും ചെയ്യുന്നു. PR പ്രവീണ വിശദാംശങ്ങളുമായിട്ട് ചേരും. പ്രവീണ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോംബ് പൊട്ടിക്കും താൻ എന്ന VD സതീശൻ്റെ പ്രസ്താവനയാണല്ലോ. അതായത് VD സതീശൻ മാധ്യമങ്ങളോട് പലപ്പോഴും ചിലപ്പോഴൊക്കെ ശബ്ദം ഉയർത്താറുണ്ട്, ഒരല്പം പ്രകോപിതനാകാറുണ്ട്, ശരി തന്നെ. പക്ഷേ ഇന്നത്തെ സതീശനെ ഇതിനു മുമ്പ് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം രണ്ട് സാധ്യതകളാണ്. ഒന്ന്, യഥാർത്ഥ അദ്ദേഹത്തിന് കൈവശം ഒരു ബോംബുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഒരു പുകമറ ഉണ്ടാക്കാനായിട്ട്. വലിയ അടികളൊക്കെ നടക്കുമ്പോൾ, വലിയ തല്ലൊക്കെ നടക്കുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെ ശ്രദ്ധ മാറ്റാനായിട്ട് സതീശൻ ചെയ്തതാണ് എന്ന് കണക്കാക്കിയാൽ പിശകുമോ നമുക്ക്? നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധ മാറ്റാനായി ചെയ്തതല്ല എന്ന് വേണം കരുതാൻ. കാരണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ്. അതായത് CPM-നും BJP-ക്കും എതിരെ കൃത്യമായ ചില ആരോപണങ്ങൾ, അതിൻ്റെ വസ്തുതകൾ, ചില കേസുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതൊക്കെ ശേഖരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരുടെ പോസ്റ്റും കൂടി ഒന്ന് നോക്കണം. കോൺഗ്രസിൻ്റെ മാതൃക പിന്തുടർന്ന് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ ചലഞ്ച്, ഇതാണ് ആ പോസ്റ്റ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. ഒന്നും കാണാതെ ഇത്തരമൊരു വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് അത്തരമൊരു വികാര പ്രകടനം നടത്തേണ്ട കാര്യം നിലവിൽ സതീശനില്ല. സതീശൻ്റെ പവർ ഗ്രൂപ്പ് ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും സതീശൻ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചൊരു വ്യക്തി കൂടിയാണ് VD സതീശൻ. തെറ്റ് പറ്റി എന്ന് ഉള്ളാലെ സമ്മതിക്കുന്ന, രാഹുലിൻ്റെ കാര്യത്തിൽ തെറ്റ് പറ്റി എന്ന് സമ്മതിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വികാര പ്രകടനത്തിനും അപ്പുറം ചില കാര്യങ്ങളുണ്ട് എന്ന് വേണം അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. വരും ദിവസങ്ങളിൽ തന്നെ അതൊരു പുകമറ സൃഷ്ടിച്ച് നിർത്താനുള്ള ശ്രമമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള നേതാക്കളിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില കേന്ദ്രങ്ങൾ സെറ്റിൽമെൻറ്റിന് ശ്രമിച്ച രേഖകളടക്കം കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ BJP-യിലെയും CPM-ൻ്റെയും ചില നേതാക്കൾക്കെതിരെയുള്ള കടുത്ത ആരോപണങ്ങളുമായിരിക്കും വരും ദിവസങ്ങളിൽ കളം നിറയുക. ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത വിധം വിവാദങ്ങളിലാണ് കോൺഗ്രസ് പെട്ടത്. അതിൽ നിന്ന് കരകയറുക അത്ര എളുപ്പവുമല്ല. ഇനി മറ്റൊരു തരത്തിൽ മറ്റുള്ളവർക്കെതിരെ ആരോപണവും തെളിവുകളൊക്കെ ഉന്നയിച്ചാലും കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഈ പറയുന്ന വിവാദങ്ങളിൽ പെട്ട് നിൽക്കുന്നത്. മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നൊക്കെ പറയുമ്പോഴും ഈ നടപടി സാധാരണക്കാർക്ക് മുന്നിൽ, അണികൾക്ക് മുന്നിൽ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തിലേക്ക് എത്താൻ കൂടിയാണ് നേതൃത്വത്തിൻ്റെ ശ്രമം. കൂടിയാണ് പ്രത്യാക്രമണമാണ്. ഇത്രയും ദിവസം രാഹുലിന്റെ കാര്യത്തിൽ പ്രതിരോധത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പ്രത്യാക്രമണം നടത്തുകയാണ്. നിങ്ങൾക്കെതിരെയും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് അതൊരു വെല്ലുവിളി മാത്രമല്ല, അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള രേഖകളും മറ്റും സതീശന്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയും കയ്യിലുണ്ട് എന്നുള്ളതാണ്. ശരി പ്രവീണ, ഒരു കാര്യം കൂടെ. ഇതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി ആകപ്പാടെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ
തലത്തിലടക്കം ഇത് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സിന്. ഇതിനകത്ത് ഈ സതീശൻ ഇതിനെ മറികടക്കാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, നേതൃത്വം ഏർപ്പെടുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കുക എന്ന കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നടക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിൽ ആ നിലക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ആദ്യത്തെ ബഹളം കഴിഞ്ഞിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും തിരിച്ചു വരാം എന്ന ആലോചന ഇപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ആ ഭാഗത്ത് നടക്കുന്നുണ്ടോ? രാഹുൽ എന്താണ് ആലോചിക്കുന്നുണ്ടാവുക? അതായത് രാഹുലിനെ തിരികെ കൊണ്ടുവരാനും രാഹുലിനെ സംരക്ഷിച്ച് നിർത്താനും ഒക്കെയുള്ള കളികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഹുലുമായി സംസാരിച്ചപ്പോഴും, രാഹുൽ അദ്ദേഹത്തെ സംസാരിച്ചിരുന്നു, അപ്പോഴും അദ്ദേഹം ചോദിച്ച പല ചോദ്യങ്ങൾക്കും രാഹുലിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ വിഷയത്തിൽ എന്തായാലും വി.ഡി. സതീശനായി ഇനി ഒരു റിസ്ക് ഏറ്റെടുക്കില്ല. പകരം ഷാഫിയോ ആരേറ്റെടുത്താലും തനിക്കത് പ്രശ്നമല്ല, പക്ഷെ താനായി ഏറ്റെടുക്കുകയോ ഇനി അത്തരത്തിലൊരു ബാധ്യതയിലേക്ക് പോവുകയോ ഇല്ല എന്ന് പറയുന്നത് ഈ അനിശ്ചിത കാലത്തേക്കാണ്. എത്ര നാളത്തേക്കെന്നുള്ളത് പറഞ്ഞിട്ടില്ല. സസ്പെൻഷൻ സ്വാഭാവികമായും എപ്പോഴെങ്കിലും രാഹുലിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടി അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. ഇനി തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞവരെ തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. പാർട്ടി വിട്ടുപോയി മറ്റൊരു പാർട്ടിയിൽ ചേർന്നവരെ തിരിച്ചെടുത്ത് അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ച ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ മുന്നിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സകല വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പോലും, നാളെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾ പോലും അത് വിശ്വസിക്കുകയില്ല. എന്തായാലും അതിനുള്ള സാഹചര്യവും അതിനുള്ള വഴികളും തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനി രാഹുലിൻ്റെ മനസ്സിൽ, രാഹുൽ എന്തായാലും സഭാ സമ്മേളനത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥയാണ്. പ്രത്യേക സീറ്റ് ചോദിച്ചു വാങ്ങണം. സംസാരിക്കാനാണെങ്കിൽ 1 മിനിറ്റ്, രാഹുലിൻ്റെ സംസാരം എന്തായാലും 1 മിനിറ്റ് രാഹുലിന് തന്നെ ഒതുക്കാൻ കഴിയുന്ന അവസ്ഥയുമല്ല. അപ്പോൾ സ്വാഭാവികമായും സ്വയം പ്രതിരോധിക്കാൻ എല്ലാം തകർന്ന അവസ്ഥയിൽ, ഇനി ഒരു അമ്പ് മെയ്യാനില്ലാത്ത അവസ്ഥയിൽ രാഹുൽ എന്തായാലും അത്തരമൊരു കാര്യത്തിലേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക. വൈ.എസ്. അനീഷ്. ശരി, നന്ദി പ്രവീണ. അത് സമഗ്രമാണ് ആ വിവരങ്ങളെല്ലാം തന്നെയും. നിശ്ചയമായിട്ടും ആ വി.ഡി. സതീശൻ പ്രകോപിതനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രകോപിതനായ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രതിരോധത്തിനുള്ള ശക്തമായിട്ടുള്ള ആയുധമെടുത്ത് വീശുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന ഭയപ്പാട് നിശ്ചയമായിട്ടും കേരളത്തിനുണ്ടാകേണ്ടതുണ്ട്, മലയാളികൾക്കാകെ ഉണ്ടാകേണ്ടതുണ്ട്. അത് CPM-നും BJP-ക്കും ആ ഭയപ്പാടില്ല എന്നാണ് അവർ രണ്ടുപേരുടെയും, ആ രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ പറഞ്ഞത്. ഞങ്ങൾക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന് രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കേരളം, മലയാളികൾ ഭയപ്പെടണം എന്ന് പറയാനുള്ള കാരണം ഇത്രയും മോശം കഥകളാണ്, വഷള് കാര്യങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവരുടെ ചെറുപ്പക്കാരനായുള്ള നേതാവിനെ സംബന്ധിച്ച് വന്നു വീണതെന്ന് നമ്മൾ കണ്ടു. അത് കുറേ ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ശബ്ദ സംഭാഷണങ്ങൾ, അങ്ങേയറ്റം കേൾക്കാൻ വീണ്ടും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങളും മറ്റുമൊക്കെ, ശബ്ദ ശകലങ്ങളും മറ്റുമൊക്കെ ഓഡിയോ റെക്കോർഡുകളായിട്ട് അന്തരീക്ഷത്തിലേക്ക് വന്നതാണ്. അതേക്കുറിച്ച് കേരളം ആകെ തന്നെയും ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായിട്ട് ഈ ഒട്ടും സുഖകരമല്ലാത്ത ഈ വാർത്ത മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയൊക്കെ ദേശീയ തലത്തിൽ ഈ വോട്ട് ചോരിയും മറ്റും ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വളരെ രണ്ട് ആശയധാരകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഭരണഘടനാ പദവിയിൽ ഏറ്റവും രണ്ടാമത്തേതായിട്ടുള്ള ഒരു പൊസിഷന് വേണ്ടി പോരാടുന്നു. അത്തരം രാഷ്ട്രീയ സംഭവങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ചർച്ച ചെയ്യേണ്ടുന്ന മലയാളി പക്ഷേ ഈ ഒരു ഒട്ടും സുഖകരമല്ലാത്ത ചർച്ചാ വിഷയത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളിക്ക് അത്തരം ബോംബുകൾ വീണ്ടും വന്ന് പൊട്ടിയാൽ അതുകൂടെ ചർച്ച ചെയ്യേണ്ടി വരുമോ എന്ന ഭയപ്പാടാണ് പൊതുമലയാളിക്കാകെ തന്നെയുള്ളത്. BJP-യും CPM-ഉം അത് ഭയപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തരം ആക്ഷേപങ്ങൾ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് വസ്തുതാപരമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെയുള്ള കുഴപ്പങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ നിശ്ചയമായിട്ടും മലയാളിക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അത് സുഖകരമല്ലാത്തൊരു സാഹചര്യം ഈ ഓണക്കാലത്ത് ഇത്തരം മോശം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്നതാണ് അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. വി.ഡി. സതീശൻ പ്രകോപിതനാകുന്നത് മനസ്സിലാക്കാൻ ആകുന്നതേ ഉള്ളൂ എന്നതാണ് RDXന്റെ നിലപാട്. കാരണം വി.ഡി. സതീശൻ ഇന്നത്തെ മനോരമ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രിൻ്റ് ചെയ്ത ഇൻ്റർവ്യൂ ഉണ്ട്. അതിനകത്ത് അവസാനം അദ്ദേഹം പറയുന്നത് ഹൃദയവേദനയോടെയാണ് ഈ തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നതാണ്. അത് ഹൃദയവേദന അദ്ദേഹം അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഈ കുഴപ്പം ചെയ്ത ആളെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്ന മട്ടിലല്ല നിശ്ചയമായിട്ടും. അതായത് ഇങ്ങനെ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ ഇങ്ങനെ തീർത്തും മോശമായ സാഹചര്യത്തിൽ താഴേക്ക് പോയല്ലോ, അങ്ങനെ ഒരു ഒട്ടും സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നല്ലോ എന്നതിലെ ഹൃദയവേദനയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ഇറങ്ങിയിട്ട് വേണം ഇതിനെ പ്രതിരോധിക്കാൻ എന്ന ഒരു സുഖകരമല്ലാത്ത സാഹചര്യത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരൽപ്പം റഫാകുന്നതിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഈ പ്രകോപിതനാകുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടതെന്ന് തോന്നുന്നു.
ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വലിച്ചിട്ടത് സമീപ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്ന് നമുക്കറിയാം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം പിടിക്കാൻ തന്ത്രമൊരുക്കി നിൽക്കുകയാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലു എടുത്ത പണിയെല്ലാം യൂത്ത് ബ്രിഗേഡ് വെള്ളത്തിലാക്കിയോ എന്നാണ് മുതിർന്നവരുടെ ആശങ്ക. യൂത്ത് ബ്രിഗേഡല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ പറയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവേ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ കറ പെട്ടെന്ന് മായ്ക്കാനാവില്ല എന്ന് കോൺഗ്രസിന് അറിയാം. മങ്ങിയ പ്രതിച്ഛായ തിരികെ പിടിക്കാനാണ് സീനിയർ നേതാക്കളുടെ പെടാപ്പാട്. അതിനിടയിലാണ് രാഷ്ട്രീയ ബോംബുമായി VD സതീശൻ്റെ രംഗപ്രവേശനം. എന്താണ് ആ ബോംബെന്നറിയാൻ ഇനി കാത്തുവെച്ചിരിക്കുന്നത് ബോംബ് തന്നെയോ എന്നെല്ലാം അറിയാൻ പ്രേക്ഷകരെ പോലെ RDXനും ആഗ്രഹമുണ്ട്. വരട്ടെ, കാത്തിരുന്നറിയാം. അടുത്ത വിഷയത്തിലേക്ക്.